കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഈ നാലാം യാമത്തിന്റെ പ്രഭാത പ്രാർത്ഥനയിൽ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്തൃഭൃത്യന്മാർക്കുമുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ അറിയിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളം സഹായിക്കട്ടെ. ഇന്ന് രാവിലെ സമയം നിങ്ങളുമായി പങ്കുവെക്കാൻ കർത്താവിൽ ശരണപ്പെടുന്നത് ദൈവത്തിന്റെ സന്നിധിയിൽ കൂടെയായി ഭക്തന്മാരൊക്കെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ് സംസാരിപ്പാൻ കർത്താവ് ശരണപ്പെടുന്നത്. പ്രത്യേകിച്ച് ദാവീദ് 18-ാം സങ്കീർത്തനം 29-ാമത്തെ വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ. ദാവീദ് പറയുന്നുണ്ട്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടും. പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലുവാനും മതിലുകൾ ചാടിക്കടക്കുവാനുമൊക്കെ ദൈവത്തിന്റെ വലിയ സഹായം ലഭിക്കുന്നതിനെ കുറിച്ചാണ് അവിടെ ദാവീദ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ബൈബിളിൽ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് അതിപ്രധാനപ്പെട്ട 6 മതിലുകളെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. 6 മതിലുകൾ. ഈ മതിൽ എന്ന് പറയുന്നതും കോട്ട എന്ന് പറയുന്നതൊക്കെ എല്ലാവർക്കും വളരെ സുപരിചിതമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വീടിന്റെ ആകട്ടെ, നമ്മുടെ കെട്ടിടങ്ങളുടെ ആകട്ടെ, വസ്തുക്കളുടെ ആകട്ടെ, പട്ടണങ്ങളുടെ ആകട്ടെ, അവയ്ക്കെല്ലാം ചുറ്റും മതിൽ കെട്ടുന്നത് സ്വാഭാവികമായ ഒരു കാര്യമാണ്. ഒരു പരിധിവരെ ദുഷ്ടജന്തുക്കളിൽ നിന്നും ദുഷ്ടരായ ചില മനുഷ്യരിൽ നിന്നുമൊക്കെ ഒരു പരിധിവരെ സംരക്ഷണം നൽകുവാൻ ഈ മതിലുകൾക്ക് കഴിയുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമായ കാര്യമാണ്. സ്തോത്രം. അപ്പോൾ തിരുവഴുത്തിൽ പല സ്ഥലങ്ങളിൽ സങ്കീർത്തനത്തിൽ മാത്രമല്ല ബൈബിളിലെ ഒട്ടുമിക്കവാറും പുസ്തകങ്ങളിലൊക്കെ യഹോവയായ ദൈവത്തെ കോട്ടയാണെന്നും മതിലാണെന്നും ഒക്കെ പറഞ്ഞ് വർണ്ണിക്കുന്നുണ്ട്. സ്തോത്രം. അപ്പോൾ ഈ കോട്ട അല്ലെങ്കിൽ മതിൽ, ഇത് രണ്ടും ഏകദേശം ഒരേ ഇംഗ്ലീഷ് പദമാണ് ഉപയോഗിക്കുന്നത്. വാൾ എന്നുള്ള ഇംഗ്ലീഷ് പദത്തിൽ കൊടുത്തിരിക്കുന്നത് ഈ 2 അർത്ഥങ്ങളുമാണ്. സ്തോത്രം. മതിൽ, കോട്ട, ഭിത്തി, ഇതിനൊക്കെ WALL വാൾ എന്ന ഒരു ഇംഗ്ലീഷ് പദമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ മതിൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന 2 പ്രധാന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, മതിൽ പ്രധാനമായും സംരക്ഷണത്തെ കാണിക്കുന്നു. അപ്പോൾ ദൈവം എൻ്റെ മതിലാണ്, ദൈവം എൻ്റെ സങ്കേതമാണ്, കോട്ടയാണെന്നൊക്കെ പറയുമ്പോൾ അത് സംരക്ഷണത്തെയാണ് കുറിക്കുന്നത്. ശരിയല്ലേ? 2025 വരെ നാം എത്തിയതിന്റെ പുറകിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദൈവം നമുക്ക് മതിലായി നിന്നതുകൊണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ പല സംരക്ഷണങ്ങളും ഇല്ലാത്ത സമയങ്ങളിൽ നമ്മെ വേട്ടയാടുവാൻ ശത്രു എത്രയോ ശ്രമിച്ചതാണ്. ദൈവത്തിന്റെ ആ മതിലായിട്ടുള്ള സംരക്ഷണമാണ് നമ്മെ സൂക്ഷിച്ചത്. രണ്ടാമത് മതിൽ കാണിക്കുന്നത് ഉടമസ്ഥ അവകാശത്തെയാണ്. എന്ന് പറഞ്ഞാൽ
തർക്കങ്ങൾ ഒരു പരിധി വരെ ഇല്ലാതാക്കുവാൻ ഈ മതിൽ സഹായമാകും. ഇതെന്റെ ഉടമസ്ഥ അവകാശമാണ് എന്നുള്ളതാണ് ഈ മതിൽ കാണിക്കുന്നത്. അപ്പോൾ ഒരു വിശ്വാസിക്ക് ചുറ്റും ദൈവത്തിന്റെ മതിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അതിപ്രധാനപ്പെട്ട രണ്ടർത്ഥങ്ങൾ: ഒന്ന്, ദൈവത്തിന്റെ സംരക്ഷണം നീ അനുഭവിക്കുന്നു, നീ ദൈവത്തിന്റെ പ്രോപ്പർട്ടി ആണെന്നുള്ളതിന്റെ തെറ്റിക്കൂടാത്ത തെളിവാണ് അതിനെ സൂചിപ്പിക്കുന്നത്. 2025 ഇങ്ങനെ ദൈവത്തിന്റെ മതിൽ എനിക്ക് ചുറ്റും ഉണ്ടാകുമെന്ന് സംരക്ഷണമായി ഉടമസ്ഥാവകാശം പ്രഖ്യാപിക്കുന്ന ഈ മതിൽ എന്റെയും എൻ്റെ കുടുംബത്തിനും തലമുറകൾക്കും ചുറ്റും ഉണ്ടാകുമെന്ന് അന്തരാത്മാവിൽ വിശ്വസിക്കുന്നവർ ആത്മാവിൽ വിളിച്ചു പറയണം: ദൈവം എനിക്ക് മതിലാണ്, അവൻ എനിക്ക് കോട്ടയാണ്. സ്തോത്രം. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്ന് നമ്മൾ 6 തരത്തിലുള്ള മതിലുകളെയാണ് ചിന്തിക്കും. സ്തോത്രം. നമ്മൾ പെട്ടെന്ന് ചിന്തിച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഒന്നാമത്തേത്, സക്കറിയ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കൊരു മതിൽ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ സാധാരണ പ്രാർത്ഥനാ വേളയിലൊക്കെ ഉച്ചരിക്കുന്ന ഒരു പദമാണ് സക്കറിയ പ്രവചനം 2-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ. സ്തോത്രം. അതിൽ 5-ാം വാക്യത്തിലാണ് ആ മതിൽ കാണുന്നത്. എന്നാൽ ഞാൻ അതിനു ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പോൾ ഒന്നാമത്തെ മതിൽ തീമതിലാണ്. സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ട് വരുമ്പോൾ ആ മഹത്വം ഒരു തീമതിൽ പോലെ നിൽക്കും. ഇവിടെ ഇപ്പം ഒരു തീമതിലിന്റെ ആവശ്യം എന്താണെന്നുള്ളത് നമുക്ക് ആ 4-ാം വാക്യത്തിൽ നിന്ന് മനസ്സിലാകും. യെരൂശലേം നഗരം മതിലില്ലാതെ തുറന്നു കിടക്കുകയാണ്. സ്തോത്രം. ആ മതിലില്ലാതെ തുറന്നു കിടക്കുന്ന നിമിത്തം മൃഗങ്ങളും മനുഷ്യരും ഇതിനകത്തേക്ക് ഇരച്ചു കയറുകയാണ്. സ്തോത്രം. ചുരുക്കം പറഞ്ഞാൽ ഈ ഒരു കാഴ്ച കണ്ടിട്ടാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ യിരെമ്യാവ് കരഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. വഴിയെ പോകുന്ന ആളുകൾ കൈയടിച്ച് കടന്നു പോകുന്നവർ പരിഹസിക്കുന്നു എന്നാണ് യിരെമ്യാവ് പറഞ്ഞത്. എന്താ പരിഹസിക്കുന്നത്? ഒരു കാലത്ത് സമാധാന നഗരമെന്നറിയപ്പെടുന്ന ഇസ്രായേലിന്റെ ആനന്ദമായിരിക്കുന്ന യെരൂശലേം തകർക്കപ്പെട്ട് തീയിൽ വെന്തെരിയപ്പെട്ട് ആ പട്ടണം ആർക്കും എപ്പോ വേണേലും കയറി ചെല്ലാവുന്ന പരിസ്ഥിതിയിൽ അതിന്റെ മതിലും വാതിലുകളും എല്ലാം തകർന്നു കിടക്കുമ്പോൾ, അയ്യോ യെരൂശലേമേ, നിനക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നോ എന്ന് ചോദിച്ച് ആളുകൾ കളിയാക്കി പരിഹസിച്ച് കരമടിച്ചുകൊണ്ട് പോകുന്ന കാഴ്ച യിരെമ്യാവിനെ കരയിപ്പിച്ചു. സ്തോത്രം. എന്നാൽ ഇപ്പോൾ സക്കറിയ പ്രവാചകനിലൂടെ ദൈവം അതിന് മറുപടി പറയുകയാണ്. പുറമെയുള്ളവന് നോക്കുമ്പോൾ ഇത് തുറന്നു കിടക്കുന്ന ഒരു പട്ടണമാണ്. പുറമെയുള്ളവൻ നോക്കുമ്പോൾ ഇതിന് മതിൽ കാണത്തില്ല. പുറമെയുള്ളവൻ നോക്കുമ്പോൾ ഇതിന്, സ്തോത്രം, അത് യാതൊരു വിധമായ അടച്ചുറപ്പുകളും ഇല്ലാതെ കിടക്കുകയാണ്. ആർക്കും, ഏതു മൃഗങ്ങൾക്കും ഏതു മനുഷ്യനും പ്രവേശിക്കാമെന്ന് തോന്നും. പക്ഷേ സക്കറിയാവിലൂടെ ദൈവാത്മാവ് പറയുന്നു, എന്നാൽ ആർക്കും കാണാത്ത ഒരു മതിൽ ആ നഗരത്തിന് ചുറ്റും ഞാൻ കെട്ടിയിട്ടുണ്ട്. അതെന്റെ മഹത്വത്തിന്റെ തീമതിലാണ്. സ്തോത്രം. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ന്യൂനപക്ഷമായിരിക്കാം, പക്ഷെ ആത്മാവ് പറയുന്നു, നിന്നെ ആർക്കും, ഏത് മൃഗങ്ങൾക്കും മനുഷ്യർക്കും ഇരച്ചു കയറി വന്ന് ഉപദ്രവിക്കാമെന്നോ മതിലില്ലാതെ തുറന്നു കിടക്കുന്ന ഒരു ജനക്കൂട്ടമെന്നോ ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കറിയാത്തൊരു കാര്യമുണ്ട്. സ്തോത്രം. ലോകത്തിന് കാണാൻ കഴിയാത്തൊരു മതിൽ നിനക്ക് ചുറ്റും ദൈവം കെട്ടിയിട്ടുണ്ട്. ആ മതിൽ സാധാരണ മതിലല്ല, തൊട്ടാൽ കരിഞ്ഞു പോകുന്ന,
തൊട്ടാൽ പൊള്ളുന്ന ഒരു മതിൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ തീമതിലാണ്. സ്തോത്രം. ഇന്ന് ദൈവം തന്റെ മഹത്വത്തിന്റെ തീമതിലുമായി നിന്റെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ യാത്ര ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവർ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ, ഓഫീസിലിരിക്കുമ്പോൾ, വിവിധ ഘട്ടങ്ങളിൽ ആ നിനക്കു നേരെ അതിക്രമിച്ചു കയറുന്ന ചിലതിനെയൊക്കെ തടയാൻ ദൈവത്തിന്റെ മഹത്വം തീമതിലായി നിൽക്കാൻ പോവുകയാണ്. സ്തോത്രം. 2025 നോക്കി ആത്മാവിൽ ഞാൻ പറയുന്നു, ദൈവത്തിന്റെ തീമതിൽ നിങ്ങൾക്ക് വേണ്ടി ചലിക്കാൻ പോകുക. നിന്റെ ഒരു പ്രോപ്പർട്ടി ഒരു പിശാചും അപഹരിക്കാത്ത രീതിയിൽ, നിന്റെ ഒരു തലമുറകളെ ആരും തൊടാത്ത രീതിയിൽ, നിന്റെ ശരീരത്തെ അനധികൃതമായി ആരും കൈവെക്കാത്ത രീതിയിൽ ദൈവത്തിന്റെ തീമതിൽ നിന്റെ കൂടാരത്തിന് ചുറ്റും വെളിപ്പെട്ട് വരാൻ പോകുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ, ഇന്ന് പകൽ ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ വിശ്വസിക്കുക, നിങ്ങളോട് ദൈവാത്മാവ് വിരൽ ചൂണ്ടി പറയുന്നു, ദൈവത്തിന്റെ തീമതിൽ വെളിപ്പെടാൻ വേണ്ടി പോകുകയാണ്. സ്തോത്രം. രണ്ടാമത്തെ ഒരു മതിലിലേക്ക് നമ്മൾ വേഗം പ്രവേശിക്കട്ടെ. സ്തോത്രം. രണ്ടാമത്തെ മതിൽ യെശയ്യാ പ്രവചനം 26 അധ്യായത്തിലാണ് നാം കാണുന്നത്. അതിന്റെ 1 വാക്യത്തിൽ തന്നെ രണ്ടാമത്തെ മതിൽ നാം കാണുന്നു. സ്തോത്രം. യെശയ്യാ പ്രവചനം 26:1. അന്നാളിൽ അവർ യഹൂദ ദേശത്ത് ഈ പാട്ട് പാടും, നമുക്ക് ബലമുള്ളൊരു പട്ടണം ഉണ്ട്, അവൻ രക്ഷയെ മതിലുകളും കൊത്തളങ്ങളും ആക്കി വച്ചിരിക്കുന്നു. സ്തോത്രം. ഞാന് ഇതിനകത്തുനിന്ന് ഒരു വേട് മാത്രം എടുക്കുന്നുള്ളൂ. ഇതിന്റെ പശ്ചാത്തലത്തിലല്ല സംസാരിക്കുന്നത്, ഇതിന്റെ ഒരു വേട് മാത്രം. സ്തോത്രം. രണ്ടാമത്തെ മതിൽ രക്ഷയുടെ മതിലാണ്. രക്ഷയെ മതിലുകളാക്കുന്ന ദൈവം. അതെ, രണ്ടാമത്തെ മതിൽ രക്ഷാമതിൽ ആണ്, അല്ലെങ്കിൽ രക്ഷയുടെ മതിലാണ്. ഈ ഞാന് എപ്പോഴും പറയുന്നു ഒരു കാര്യം, പല ടൈപ്പ് പല തരത്തിലുള്ള മതിലുകൾ ദൈവം നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും അതിലേറ്റവും വലിയ ദാനമെന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന മതിലാണ് രക്ഷാമതിൽ. ആ മതിൽ ഉള്ളത് കൊണ്ടാണ് നാം ഇന്ന് പല നന്മകളും ക്രിസ്തുവിൽ അനുഭവിക്കുന്നത്. ആ രക്ഷാമതിൽ നാം പ്രാപിച്ചത് കൊണ്ടാണ് നമ്മളെല്ലാവരും നരകത്തിന്റെ ഭീതിയിൽ നിന്ന് വിടുവിക്കപ്പെട്ട് ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നത്. അതാണല്ലോ ഏറ്റവും വലിയ കാര്യം. സ്തോത്രം. അപ്പോൾ രക്ഷ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് സംരക്ഷണം നൽകുന്നൊരു മതിലാണ്. നമുക്ക് പിശാചിന്റെ പല ക്ലെയിമുകൾക്കകത്തുനിന്നും, നമുക്ക് പല കാര്യങ്ങൾക്കകത്തുനിന്നും സംരക്ഷണം നൽകുന്ന മതിലാണ് രക്ഷ. ദൈവത്തെ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ക്രിസ്തുവിന്റെ സാക്ഷിയാകുവാൻ, ക്രിസ്തുവിന്റെ പ്രഘോഷകരാകുവാൻ നമുക്ക് ഊർജവും ശക്തിയും ബലവും ഒക്കെ നൽകി തരുന്നത് ഈ രക്ഷയുടെ ബോധ്യം നമ്മുടെ അകത്തുള്ളത് കൊണ്ടാണ്. സ്തോത്രം. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ ദാവീദ് പറഞ്ഞത്, രക്ഷയുടെ സന്തോഷം തിരികെ തരണമേ. രക്ഷയ്ക്കൊരു സന്തോഷമുണ്ട്. സ്തോത്രം. അങ്ങനെയെങ്കിൽ രക്ഷ അതൊരു വലിയ മതിലാണ്. നമുക്ക് ഒരു പ്രശ്നം എന്നാണെന്നറിയാം, നമുക്ക് ഈ സൗജന്യമായി കിട്ടുന്ന പലതിനും നമുക്ക് വിലയില്ല. ഇപ്പോൾ പരിശുദ്ധാത്മാവാകട്ടെ, രക്ഷയാകട്ടെ, ഇതൊന്നും പ്രവർത്തിയാലല്ല, കൃപയാല, സൗജന്യമാണ്. നമ്മൾ അതിന് വലിയ വാല്യൂ കൊടുക്കുന്നില്ല. നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ എത്ര ആളുകൾ കഴിഞ്ഞ ആഴ്ചക്കാലം നടത്തിയതിനായും വണ്ടി തന്നതിനായും തലമുറകളെ തന്നതിനായൊക്കെ സ്തോത്രം ചെയ്യുമ്പോൾ, കർത്താവേ നിന്റെ രക്ഷയിൽ എന്നെ ഉൾപ്പെടുത്തിയതിനായി സ്തോത്രം എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്ര ദൈവമക്കളുണ്ട്. സ്തോത്രം.
നിങ്ങൾ ഇപ്പോൾ ആയിരിക്കുന്ന ആ പൊസിഷനിൽ എത്താനുള്ള കാരണം ഈ രക്ഷയുടെ മതിലാണ്. സ്തോത്രം. എന്ന് മാത്രമല്ല, ആ രക്ഷയുടെ മതിൽ മറ്റു പലർക്കും പകർന്നു കൊടുക്കാനും കൂടെയാണ് ദൈവം നമ്മെ സഹായിച്ചിരിക്കുന്നത്. ഇനി നിങ്ങളൊരു കാര്യം ഓർക്കണം, ദൂതന്മാര് പോലും വീണു പോയപ്പോൾ ദൈവം അവർക്ക് വേണ്ടി ഒരു രക്ഷയുടെ മതിൽ ഒരുക്കിയില്ല. പക്ഷെ മനുഷ്യന്റെ വീഴ്ചയിൽ ഒരു ചാൻസ് കൂടെ ദൈവം കൊടുത്തതാണ് ഈ രക്ഷയുടെ മതിൽ. അപ്പോൾ ഈ രക്ഷയുടെ മതിൽ നിനക്കൊരുക്കാൻ വേണ്ടി 33.5 തിരുവയസ്സിലൊരു ശരീരം 2 തസ്കരന്മാരുടെ നടുവിൽ ക്രൂശിക്കപ്പെട്ടത് മറന്നു പോകരുത്. ആ 33.5 വയസ്സുകാരൻ കൊടുത്ത വിലയാണ് ഈ രക്ഷയുടെ മതിൽ. അതുകൊണ്ട് ഇന്ന് രാവിലെ ഹൃദയം തുറന്ന് ആ കർത്താവിന് ഒരു നന്ദി പറയാൻ മറക്കരുത്. രക്ഷയുടെ മതിലാണ് നമ്മെ നരകഭീതിയിൽ നിന്ന് വിടുവിച്ച ഏറ്റവും ഗൗരവമുള്ള മതിൽ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ സർവായുധ വർഗം ധരിക്കുന്നതിനെ കുറിച്ച് പൗലോസ് പറയുമ്പോൾ മനുഷ്യന്റെ ഏറ്റവും വലിയ ശാരീരിക അവയവങ്ങളിൽ ഒന്നാണ് അവന്റെ തല, ഹെഡ്. അത് പോയിട്ട് പിന്നെ വേറെ ഒന്നുണ്ടായിട്ടും കാര്യമില്ല. അവിടെ ധരിക്കാൻ പൗലോസ് പറഞ്ഞിരിക്കുന്ന ആയുധം രക്ഷ എന്ന ശിരസ്ത്രമാണ്. ഏറ്റവും പ്രധാനമായും പിശാച് ശ്രമിക്കുന്നതും അതാണ്. എന്ത്? നിന്റെ രക്ഷയെ ഇല്ലാതാക്കിക്കാൻ, അതിനകത്തു നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ. അതിനാണ് സാത്താന്റെ ശ്രമവും. ഇന്ന് രാവിലെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ രക്ഷ എന്ന ശിരസ്ത്രം എന്ന് പറയുന്നത് അതൊരു സാധാരണ വിഷയമല്ല. ഈ രാവിലെ കർത്താവ് ചിലർക്ക് വേണ്ടി തീയുടെ മതിൽ മാത്രമല്ല, അവൻ രക്ഷയുടെ മതിലും ഒരുക്കുന്ന ദൈവമാണ്. നമ്മൾ അതിനകത്തായ ആളുകളാണ്. സ്തോത്രം. 3-ാമത്തെ മതിലിലേക്ക് കൂടി പോകട്ടെ. എനിക്ക് ഇന്നൊരല്പ സമയം കുറവുണ്ട്, അതുകൊണ്ട് വേഗം അവസാനിപ്പിക്കാം. സ്തോത്രം. എല്ലാവർക്കും സുപരിചിതമായൊരു മതിലാണ് അടുത്ത മതിൽ. എഗസ്കിയേൽ പ്രവചനത്തിലേക്ക് വരാം. എഗസ്കിയേൽ പ്രവചനം 22-ാം അധ്യായം 30-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. 22-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവിൽ നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. ഇതിനെ നമുക്ക് ഇങ്ങനെ പേര് കൊടുക്കാം: പ്രാർത്ഥനയുടെ മതിൽ. സ്തോത്രം. പ്രാർത്ഥനയുടെ മതിൽ. എഗസ്കിയേൽ പ്രവചനത്തിൽ ദൈവം ആവശ്യപ്പെടുകയാണ്. ദൈവത്തിന് ആരെ നശിപ്പിക്കുന്ന ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ദൈവം ആവശ്യപ്പെടുകയാണ്, ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം. എനിക്ക് ദേശത്തെ നശിപ്പിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. പക്ഷേ ഞാൻ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ ആ ദേശത്തിന് ചുറ്റും ഒരു മതില് കെട്ടി, ആ മതില് കെട്ടാൻ വേണ്ടി നിൽക്കുന്ന ആൾ എന്റെ മുമ്പാകെ ആ ദേശത്തിന് വേണ്ടി ഇടിവിൽ നിൽക്കണം. അതിനുവേണ്ടി ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു, പക്ഷെ ആരെയും കണ്ടില്ല. സ്തോത്രം. അപ്പോൾ സത്യത്തിൽ ആർക്കു വേണ്ടിയാണ് ഇടിവിൽ നിൽക്കേണ്ടത്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദേശത്തിന് വേണ്ടിയാണ്. ഈ ദേശത്തിൽ ആരൊക്കെ ഉണ്ട്? ഈ ദേശത്തിൽ നമുക്ക് 4 കൂട്ടം ആളുകളെ കാണാം. ഒന്ന്, സ്പിരിച്വൽ ലീഡേഴ്സ്, ആത്മീക നേതൃത്വം. നിങ്ങൾ 22-ാം അധ്യായം വായിച്ചാൽ മതി. അതിനകത്ത് 2 പ്രയോഗങ്ങളുണ്ട്. ഒന്ന് പുരോഹിതന്മാർ, 2 പ്രവാചകന്മാർ. ഇവരാണ് അവിടുത്തെ സ്പിരിച്വൽ ലീഡേഴ്സ്. ഇവര് ദൈവത്തിന്റെ പദ്ധതിക്ക് വേണ്ടി ദൈവം വിളിച്ചവരാ. പക്ഷെ ഇവര് പാപം ചെയ്ത് വീണുപോയി. ഇവർ ചെയ്ത പാപം എന്താന്നൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. സ്തോത്രം. പ്രവാചകന്മാർ വ്യാജം ദർശിക്കുന്നു, 28-ാം വാക്യം. കള്ളപ്രശ്നം പറയുന്നു. സ്തോത്രം. കൂടാതെ പ്രവാചകന്മാർ വീണ്ടും ചെയ്യുന്നത് 25-ാം വാക്യത്തിലുണ്ട്. പ്രവാചകന്മാർക്ക് ഇപ്പൊ ഒരു ഫാൻസ് അസോസിയേഷൻ ഒക്കെ ഉണ്ട്, ഒരു കൂട്ടുകെട്ടുണ്ട്, കണ്ടോ? ഒരു ഗ്യാങ് ഉണ്ട്. അവര് അലറി വരുന്ന ഒരു സിംഹം പോലെ, അവര് ഇര കടിച്ചു കയറുന്ന ഒരു സിംഹം പോലെ ദേഹികളെ വിഴുങ്ങുകയാണ്.
നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെ അവർ അപഹരിക്കുന്നു. പ്രവാചകന്മാരുടെ ലക്ഷ്യമല്ല ഇപ്പൊ ഫിനാൻസിലാണ്, വിലയേറിയ വസ്തുക്കളിലും നിക്ഷേപങ്ങളിലും. കൂടാതെ അവര് വിധവമാരെ കൂടെ വർദ്ധിപ്പിക്കുന്നതായിരിക്കും. അപ്പം ദൈവിക പദ്ധതിക്ക് വേണ്ടി വിളിക്കപ്പെട്ട പ്രവാചകന്മാർ പാപത്തിൽ വീണു. രണ്ടാമത്തെ സ്പിരിച്വൽ ലീഡേഴ്സ് ആണ് പുരോഹിതന്മാർ. 26-ാം വാക്യത്തിലുണ്ട് പുരോഹിതൻ ചെയ്ത പാപം എന്താണ്. അവൻ ന്യായപ്രമാണത്തോട് ദ്രോഹം ചെയ്ത് വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കി. ഈ പുരോഹിതന്റെ ദൗത്യമാണ് ശുദ്ധവും മലിനവും തമ്മിൽ വേർതിരിക്കേണ്ടത്, അല്ലെങ്കിൽ മലിനവും നിർമ്മലവും തമ്മിലുള്ള ഭേദാഭേദം പറഞ്ഞു കൊടുക്കേണ്ടത് പുരോഹിതന്റെ ദൗത്യമാണ്. പക്ഷെ പുരോഹിതൻ അത് ചെയ്യുന്നില്ല. ദൈവം പറയാണ്, ഞാൻ ഈ ആത്മീക നേതൃത്വത്തെ നശിപ്പിക്കും. അവരെ നശിപ്പിക്കാതിരിക്കണമെങ്കിൽ, അവർക്ക് ഒരു ചാൻസ് കൂടെ ഞാൻ കൊടുക്കണമെങ്കിൽ, അവർക്ക് വേണ്ടി ഇടപെടി നിൽക്കാൻ ഞാനൊരു പുരുഷനെ അന്വേഷിച്ചു. ഈ രണ്ടാമത്തെ അവിടുത്തെ ജനമാണ് പൊളിറ്റിക്കൽ ലീഡേഴ്സ്, രാഷ്ട്രീയ നേതൃത്വം. അതിലവിടെ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ആളുകളാണ് പ്രഭുക്കന്മാർ. പ്രഭുക്കന്മാർ, സ്തോത്രം. അതുകൊണ്ട് ആ 22-ാം അധ്യായത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പ്രഭുക്കന്മാർ, സ്തോത്രം. അവരെന്താ ചെയ്യുന്നത്? 27-ാം വാക്യത്തിലുണ്ട് പ്രഭുക്കന്മാര് ലാഭം കണക്കാക്കേണ്ടതിന് വേണ്ടി, സ്തോത്രം, അവര് ചെയ്യുന്നത് ഏറ്റവും നീചമായ പരിപാടിയാണ്. അവർക്ക് ലാഭം മാത്രം മതി. ലാഭം കണക്കാക്കുവാൻ അവര് രക്തച്ചൊരിച്ചിലുകൾ നടത്താൻ ഒരു മടിയുമില്ലാത്ത ഗ്രൂപ്പ്. ദേഹികളെ നശിപ്പിക്കുന്നു. അപ്പം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന രീതിയിൽ ലാഭത്തിനു വേണ്ടി മാത്രം പോകുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ്. ഇന്നത്തെ ഒരു ചിത്രമാണ് കർത്താവ് പറയുന്ന അന്നേ. ഇനി മൂന്നാമത്തേത് ദേശത്തിലെ ജനമാണ്. 29-ാം വാക്യം. ദേശത്തിലെ ജനം അവരെന്താ ചെയ്യുന്നത്? അവര് മറ്റുള്ളവരെ ഞെരുക്കുന്നു, പിടിച്ചുപറി നടത്തുന്നു, എളിയവനെയും ദരിദ്രനെയും ഉപദ്രവിക്കുന്നു, പരദേശിയെ അന്യായമായി പീഡിപ്പിക്കും. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ. നാലാമത്തേത് ദൈവജനമാണ്. ദൈവജനത്തിന്റെ അവസ്ഥയാണ് മുമ്പേ നമ്മൾ വായിച്ചത്. എന്ത്? ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിയാതെ, നിർമ്മലവും മലിനവും തമ്മിൽ വേർതിരിയാതെ ഇടകലർന്ന് കിടക്കുകയാണ് ദൈവജനം. കർത്താവ് പറയാണ്, ഇവർക്കു വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഞാൻ ഒരു പുരുഷനെ അന്വേഷിക്കുന്നു. പ്രാർത്ഥനയുടെ മതിൽ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ചിലപ്പം പല ദൈവദാസന്മാരും കൃപയിൽ നിന്ന് വീണു എന്നൊക്കെ നിങ്ങൾ കേട്ടേക്കാം. പക്ഷേ നിങ്ങൾക്കതിനകത്ത് ഒരല്പം പോലും സന്തോഷിക്കാനോ അയ്യോ ആ പുള്ളി അങ്ങനെ ചെയ്തു എന്ന് പറയാനോ യാതൊരു റൈറ്റും ഇല്ല. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾക്ക് അദ്ദേഹത്തെ അറിയാമല്ലോ. അറിയാൻ മേലാത്തതാണെ പോട്ടെ. അറിയാമെങ്കിൽ നിങ്ങൾ ഒരു വാക്ക് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹം അങ്ങനെ ഒരു വീഴ്ചയിൽ വീഴുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു വീഴ്ചയിൽ വീണെങ്കിൽ അതിന് നമ്മൾ ഉത്തരവാദികളാണ്. സ്തോത്രം. നമ്മുടെ ഒരു പ്രാർത്ഥന ചിലപ്പോൾ അദ്ദേഹത്തെ രക്ഷിക്കുന്നിരിക്കാം. പക്ഷേ ഞാൻ പറയാറുണ്ട്, ഏത് കൊമ്പനാനയും വാരിക്കുഴി വീണാ പിന്നെ ഒരു കുങ്കിയാന ഇല്ലെങ്കിൽ കരയെ കയറത്തില്ല. സ്തോത്രം. അവിടെ കിടന്ന് ചിഹ്നം വിളിച്ച് ബഹളം വെക്കാനേ ഉള്ളൂ. സ്തോത്രം. ഇതുപോലെ നിങ്ങളുടെ ഒരു ചെറിയ പ്രാർത്ഥന പോലും പലരെയും വാരിക്കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റും. സ്തോത്രം. അതിന് നാം തയ്യാറാകാതിരുന്നിട്ട് ഒരാൾ വീഴുമ്പോൾ അയ്യോ പുള്ളി വീണോ എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം നാം കൂടെയാണ് അനുഭവിക്കേണ്ടത്. നമ്മെ കൂടെ കർത്താവ് വിരൽ ചൂണ്ടുന്നു. കർത്താവ് പറയുന്നു, പ്രാർത്ഥനയുടെ മതിൽ 2025-ൽ ഈ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, സ്പിരിച്വൽ ലീഡേഴ്സ്, ദൈവജനം, ദേശത്തിലെ ജനം, ഇവയെ ദൈവം നശിപ്പിക്കാതിരിക്കേണ്ടതിന് വേണ്ടി അമേരിക്കയ്ക്ക് ചുറ്റും ഒരു മതിൽ കെട്ടാൻ, ലോകജനത്തിനു ചുറ്റും മതിൽ കെട്ടാൻ ദൈവാത്മാവ് നിങ്ങളോട് ആവശ്യപ്പെടുന്നു. പ്രാർത്ഥനയുടെ മതിലിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ ചലഞ്ച് ചെയ്യുകയാണ്. ഈ നാലാമത്തെ മതിൽ വേഗം പറയാം. സദൃശവാക്യത്തിലേക്ക് വരാം. 25-ാമത്തെ അധ്യായം. സദൃശവാക്യം 25-ാം അധ്യായം.
28-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. ആത്മസംയമനം ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകും. പുരുഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പുരുഷനെ മാത്രം ഉദ്ദേശിക്കേണ്ട, അവിടെ സ്ത്രീകൾക്കും ബാധകമാണ്. ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകും. അപ്പൊ നമുക്കിതിനെ ഒരു പേര് കൊടുക്കാം. സ്തോത്രം. ഇന്ദ്രിയ ജയം എന്ന മതിൽ. അതുകൊണ്ടാണ് അവിടെ സംയമം എന്ന് കൊടുത്തിരിക്കുന്നത്. ഇന്ദ്രിയ ജയം എന്ന മതിൽ. പ്രിയരെ, ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കാൻ, വിശുദ്ധ ജീവിതം നയിക്കാൻ, പ്രസാദകരമായ ഒരു ആത്മിക ജീവിതം നയിക്കാൻ ഈ മതിൽ വളരെ അത്യാവശ്യമാണ്. സ്തോത്രം. ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവനിൽ നല്ല വികാരങ്ങളുമുണ്ട്, ദോഷമായിട്ടുള്ള വികാരങ്ങളുമുണ്ട്. ഈ ദോഷമായിട്ടുള്ള വികാരങ്ങളെ നിയന്ത്രിച്ചു നിർത്തേണ്ടത് വളരെ അനിവാര്യമാണ്. കോപമാണെങ്കിലും, അസൂയയാണെങ്കിലും, അഹങ്കാരമാണെങ്കിലും, ദുർമോഹമാണെങ്കിലും, ദുഷ്കാമമാണെങ്കിലും, ഇതൊക്കെ നിയന്ത്രിക്കപ്പെട്ട് മുന്നോട്ട് പോകണം. ഇതിനെ നിയന്ത്രിക്കപ്പെടുത്താൻ കഴിയുന്നവന് മാത്രമേ ജയകരമായ ഒരു ക്രിസ്തു ജീവിതം നയിക്കാൻ കഴിയൂ. വാ നിറച്ച് അന്യഭാഷയും പറയും, ഇതിനകത്ത് യാതൊരു കൺട്രോളും ഇല്ലെങ്കിൽ നീ വീണു പോകും. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ഇന്ദ്രിയജയം ഇല്ലെങ്കിൽ മതിലില്ലാതെ തുറന്നു കിടക്കുന്ന പട്ടണം പോലെ ആയിത്തീരുമെന്നാണ് ശലോമോൻ വിളിച്ചു പറയുന്നത്. അദ്ദേഹം ചിലപ്പം അനുഭവത്തിൽ കൂടെ ആയിരിക്കും പറഞ്ഞത്. 10,900 ഭാര്യമാരൊക്കെ ഉണ്ടായിരുന്നല്ലോ. സ്തോത്രം. ഇന്ദ്രിയജയം എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു പോകാൻ സാധ്യത ഉണ്ട്. പുള്ളി പറയുന്നതെല്ലാം മർമ്മമാ പുള്ളിയുടെ തോട്ടുകളെല്ലാം. സ്തോത്രം. അങ്ങനെ ഇന്ദ്രിയജയം ഇല്ലെങ്കിൽ മതിൽ ഇല്ലാതെ തുറന്നു കിടക്കുന്ന പട്ടണം പോലെ ആകുമെന്ന് പറഞ്ഞത്. അങ്ങനെ ആയി തീർന്നാൽ ശത്രു ഏത് നിമിഷവും കടന്നു വന്ന് അതിക്രമിച്ചു കയറും. അപ്പം അധമമായ വികാരങ്ങളെ നിയന്ത്രിച്ച് നിർത്തിയില്ലെങ്കിൽ അത് നമുക്കും നമ്മുടെ ചുറ്റുമുള്ളവർക്കും ഒക്കെ വിനാശം ഉണ്ടാക്കും. സ്തോത്രം. നമ്മുടെ ചുറ്റുപാട് തന്നെ നോക്കിക്കേ. ഇന്ദ്രിയജയം ഇല്ലാത്ത നിമിത്തം എത്ര കൊലപാതകങ്ങൾ ഒരു ദിവസം നടക്കുന്നു. 5 മിനിറ്റത്തെ കോപമാണ് ആ കൊലപാതകത്തിന്റെ കാരണം. എത്ര പീഡന കേസുകൾ നടക്കുന്നു, എത്ര വഞ്ചനകളും നടക്കുന്നു, എത്ര ചതിവുകൾ നടക്കുന്നു. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിൽ ഇതുണ്ടായിരുന്നെങ്കിൽ ലോകമൊക്കെ എത്ര മനോഹരമായി പോയി. ഇന്ന് രാവിലെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഒരു വലിയ വിഷയമായിരിക്കണം ഈ വിഷയം. ആത്മാവിൽ സഞ്ചരിക്കുന്നവരായി തീരണമെങ്കിൽ ഇന്ദ്രജയത്തിന്റെ ഒരു വലിയ സ്വയം നിയന്ത്രണത്തിന്റെ ഒരു വലിയ മതിൽ ദൈവത്താൽ നാം ഉയർത്തിക്കെട്ടണമെന്ന് പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. സ്തോത്രം. ഇനി 5-ാമത്തെ മതിലിലേക്ക് പോകാം. അത് ഞാൻ അധികം അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല, കാരണം ഞാൻ മുഖവര പറഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് ഓൾറെഡി പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ ഏതാണ് 5-ാമത്തെ മതിൽ? 18-ാം സങ്കീർത്തനം 29-ാം വാക്യം ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. സ്തോത്രം. ഈ മതിലിന് നമുക്ക് കൊടുക്കാവുന്ന ഒരു പേര്, ഇത് തടസ്സത്തിന്റെ മതിലാണ്. തടസ്സത്തിന്റെ മതിലാണ്. ഈ ദാവീദ് ഇവിടെ ആത്മാവിൽ പറയുകയാണ്. എനിക്ക് തോന്നുന്നു ദാവീദ് യെബൂസ്യരുടെ കോട്ടയുടെ മുന്നിൽ നിന്നായിരിക്കും ഇത് പറഞ്ഞത്. യെബൂസ്യരുടെ കോട്ടയാണല്ലോ സിയോൻ കോട്ട. അത് പിടിച്ചെടുക്കാൻ വേണ്ടി ചെന്നപ്പോഴായിരിക്കാം ദാവീദ് ആ കോട്ടയുടെ മതിലിന് മുമ്പിൽ നിന്നായിരിക്കും പറഞ്ഞത്, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എന്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടും. സ്തോത്രം. കോട്ടയായിട്ട് നിന്ന വിഷയമാണ്. ദാവീദ് നോക്കിയപ്പോൾ അതൊരു മതില് പോലെ ദൈവം തനിക്ക് ചാടാവുന്ന പരുവത്തിൽ ദൈവം അതിനെ താത്തു തന്നിരിക്കും. നിനക്ക് ചാടിക്കടക്കാനും ഓവർകം ചെയ്യാനും പറ്റുകയെന്ന് നീ വിചാരിച്ച ചില വിഷയങ്ങളെയൊക്കെ ചാടിക്കടക്കത്തക്ക രീതിയിൽ ദൈവം ഒരു മതിലാക്കി തരികയാണ്. സ്തോത്രം. നമുക്ക് എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടും,
എന്താ യോശുവയുടെ പുസ്തകം നാം വായിക്കുന്നത്? സ്തോത്രം. യോശുവയുടെ പുസ്തകത്തിൽ നമ്മൾ വളരെ വ്യക്തമായി കാണുന്നുണ്ട് 6-ാം അധ്യായത്തിൽ ദൈവജനം 7 ദിവസം 7 പ്രാവശ്യം ആർപ്പിട്ടപ്പോൾ ഒരു മതിൽ വീണ ചരിത്രം നാം കാണുന്നുണ്ട്. വാക്തത്വത്തിനെതിരെ കെട്ടിപ്പൊക്കുന്ന തടസ്സത്തിന്റെ മതിലുകൾ, പ്രവചന നിവർത്തിക്കെതിരെ പിശാചി കെട്ടിപ്പൊക്കുന്ന തടസ്സത്തിന്റെ ഏത് മതിലുകളും കൃപ പ്രാപിച്ചവൻ അതരം തുറന്ന് കാഹളമൂടിയാൽ ആർപ്പിട്ടാൽ ആ മതിലുകൾ തകർന്നു വീഴും എന്നുള്ളതിൽ തർക്കമില്ല. സ്തോത്രം. 6-ാമത്തെ മതിലും കൂടെ ചൂണ്ടിക്കാണിച്ചിട്ട് നമ്മുടെ വിഷയത്തിന് കുത്തിടാം. ഒരു സുവിശേഷകനായതുകൊണ്ട് ആ മതിലാണ് എനിക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ളത്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ, ദീർഘമായിട്ടുള്ള 8 വാക്യങ്ങളായിട്ട് ഞാൻ വായിക്കുന്നില്ല, 12 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ പരിശോധിച്ചാൽ അവിടെ ഒരു മതിൽ കാണാം. 12-ാം വാക്യത്തിൽ തന്നെ അതിന് പൊക്കമുള്ള വൻമതിൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. 14-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് നഗരത്തിന്റെ മതിലിന്. സ്തോത്രം. 15-ാം വാക്യത്തിൽ മതിലിനെയും അളക്കണമെന്ന് പറയുന്നുണ്ട്. സ്തോത്രം. ഈ മതിലിന് ഇവിടെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. 17-ാം വാക്യത്തിൽ അതിനെ മതിൽ അളന്നെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. 18-ാം വാക്യം പറയുന്നത് ആ മതിലിന്റെ പണിയെക്കുറിച്ചാണ്. സൂര്യകാന്തവും നഗരം സ്വച്ഛ സ്ഫടികത്തിലൊത്ത തങ്കവുമായ മതിലിന്റെ പണി സൂര്യകാന്തമായ പണിയായിരുന്നതാണ്. സ്തോത്രം. പിന്നെ 19-ാം വാക്യം വരുമ്പോൾ ആ നഗരത്തിന്റെ മതിലിന്റെ അടിസ്ഥാനം മൊത്തം സകലവും രത്നം കൊണ്ട് അലങ്കരിച്ചിരുന്നതാണ്. സ്തോത്രം. അപ്പം ഈ മതിൽ ഏതാണ്? ഒറ്റ വാക്കിൽ പറയാം, ഇത് സ്വർഗീയ നഗരത്തിന്റെ മതിലാണ്. 6-ാമത്തെ മതിൽ സ്വർഗീയ നഗരത്തിന്റെ മതിലാണ്. നാം ഇവിടെ ഈ ഭൂമിയിൽ ഈ കഷ്ടവും ദുഃഖവും വേദനയും ഒക്കെ സഹിച്ച് നാം ഇവിടെ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്നവർക്കുണ്ടാകുന്ന ഉപദ്രവങ്ങളൊക്കെ നേരിട്ട് നാം ഇവിടെ അഗ്നിശോധനയുടെ നടുവിലും ത്യാഗബുദ്ധിയോടെ ഈ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്നതിന്റെ കാരണം ഈ ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടിയാണ്. ഏതാ? ആ സ്വർഗീയ നഗരത്തിനകത്തൊന്ന് കടക്കാൻ, ആ മതിലൊന്ന് കാണാൻ. സ്തോത്രം. അപ്പം പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായൊരു മതിലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് ഭൂമിയിലല്ലെന്നേ ഉള്ളൂ, അത് സ്വർഗത്തിലാണ്. ഇത് സൂര്യകാന്തം കൊണ്ട് പണിതിരിക്കുന്ന പൊക്കമുള്ളൊരു വൻ മതിലിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. സ്തോത്രം. ബഹുവിധമായ രത്നങ്ങൾ കൊണ്ടും ബഹുവിധമായിട്ടുള്ള മുത്തുകളെ കൊണ്ടും അലങ്കരിച്ചിട്ടുള്ള ഏറ്റവും ഭംഗിയുള്ള ഒരു മതിലാണ്. ഈ മതിലിന്റെ പ്രത്യേകത, ഇതിന് 12 ഗോപുരങ്ങൾ ഉണ്ട് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. സ്തോത്രം. എത്ര കണ്ടാലും മതി വരാത്ത, കൊതി തീരാത്ത, എത്ര പാർത്താലും വിരസതയും മടുപ്പും തോന്നാത്ത ആ വിശുദ്ധ നഗരത്തിൽ കർത്താവിനോട് ചേർന്ന് നിത്യത മുഴുവൻ വാഴുക എന്നുള്ളതാണ് നമ്മുടെ സ്വപ്നം. അതിനുവേണ്ടിയാണ് നാം ഈ ഭൂമിയിൽ, സ്തോത്രം, ദൈവം നമുക്ക് വേണ്ടി തന്നിട്ടുള്ള ദൈവത്തിന്റെ തീ മതിലിനകത്ത് രക്ഷാമതിലിന്റെ സന്തോഷം അനുഭവിച്ച് പ്രാർത്ഥനയുടെ മതിലുകളാൽ കെട്ടിപ്പടുത്ത് തടസ്സത്തിന്റെ മതിലുകളെ ചാടിക്കടന്ന് ആത്മീക അഭിവൃദ്ധിയിലേക്ക് ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അവസാനത്തെ മതിലിൽ എത്തിച്ചേരാനാ, സ്വർഗീയ നഗരത്തിന്റെ മതിൽ. സ്തോത്രം. ഇന്ന് നിങ്ങളുടെ ഒരു ദിവസം ആരംഭിക്കുമ്പോൾ അമേരിക്കക്കാർ സ്വർഗീയ നഗരത്തിന്റെ മതിലിനെ കുറിച്ച് കേട്ടുകൊണ്ട് ആരംഭിക്കട്ടെ. സ്തോത്രം. നോക്ക്, ദൈവം ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ദൈവത്തിന്റെ സംരക്ഷണത്തിന്റെ തീയുടെ മതിൽ. ഇപ്പൊ അമേരിക്കയിൽ അത്യാവശ്യമാണെന്ന് തോന്നുന്നു, അവിടെ തീപിടുത്തമൊക്കെ അല്ലേ. സ്തോത്രം. 2, ആ തീമതിലിനകത്ത് പാർത്തുകൊണ്ട് ആ രക്ഷയുടെ മതിലിന്റെ സന്തോഷം അനുഭവിച്ച് പ്രാർത്ഥനയുടെ മതിൽ കെട്ടിപ്പൊക്കി. സ്തോത്രം.
ആ പ്രാർത്ഥനയുടെ മതിലിലൂടെ ഇന്ദ്രിയങ്ങളെ പിടിച്ചടക്കി, ഇന്ദ്രിയങ്ങൾക്കൊരു മതിൽ കെട്ടിപ്പൊക്കി, തടസ്സത്തിന്റെ മതിലുകളെ ചാടിക്കടന്ന് ആത്മീക അഭിവൃദ്ധിയിലൂടെ നമുക്ക് ആ സ്വർഗീയ നഗരത്തിന്റെ മതിലിലേക്ക് നടന്നു നീങ്ങാൻ കർത്താവ് ഈ വചനങ്ങളാൽ, ഈ പ്രബോധനങ്ങളാൽ നിങ്ങളെ സഹായിക്കട്ടെ എന്ന ആഹ്വാനത്തോടെ ഇന്നത്തെ തിരുവചന ധ്യാനത്തിൽ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു.